ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്ന് കൂർക്ക തൊലി കളയുന്നത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് കുറച്ച് കൂർക്ക എടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ സാധാരണ കത്തി വെച്ചിട്ടൊക്കെയാണല്ലോ ഇങ്ങനെ ഇതുപോലെ ചുരണ്ടി എടുക്കുന്നത് തൊലി. അപ്പോൾ ഈ ചുരണ്ടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് നേരം കുറേ ആകും കൂർക്ക ഒന്ന് നേരാക്കി വരാൻ. അപ്പോൾ അതിന് അടിപൊളിയായിട്ടൊരു ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കൂർക്ക ഉപ്പേരി അല്ലെങ്കിൽ കൂർക്കയും കൊണ്ട് എങ്ങനെ വെച്ചാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ തൊലി കളയാനാണ് എല്ലാവർക്കും ഒരു പ്രയാസം. അപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ടിപ്സാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കത്തിയും കൊണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് കൂർക്കയെല്ലാം എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം പുഴുങ്ങിയെടുക്കുന്ന പോലെ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് തൊലി പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാവുന്നതാണ്. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് വേഗം ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് ഒന്ന് അരിഞ്ഞ് കറി വയ്ക്കാനോ അല്ലെങ്കിൽ ഉപ്പേരി വയ്ക്കാനോ തോരൻ വയ്ക്കാനോ ഒക്കെ പറ്റും. അല്ലെങ്കിൽ പിന്നെ പുഴുങ്ങിയ കൂർക്ക കത്തി വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ തൊലിയെല്ലാം വേഗം നമുക്ക് എടുക്കാൻ പറ്റും. അതിനുശേഷം ഇത് നമുക്ക് കുഞ്ഞുതായി അരിഞ്ഞ് നാലായിട്ടോ അത് അവനവൻ്റെ ഇഷ്ടം പോലെ അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പേരിയായി അല്ലെങ്കിൽ തോരനായിക്കോ ഉപയോഗിക്കാം. എനിക്ക് പക്ഷേ ഇതിൻ്റെ പുഴുങ്ങാതെ തന്നെ ഡയറക്റ്റ് തൊലി കളഞ്ഞ് വയ്ക്കുന്നതാണ് ഇഷ്ടം. അതിനാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത്. നമുക്ക് പിന്നെ എല്ലാം എളുപ്പപ്പണി ആയതുകൊണ്ട് ഇങ്ങനെയും ചെയ്യാം. ഇതിനും കൂർക്ക എങ്ങനെ വെച്ചാലും ടേസ്റ്റ് തന്നെയാണ്. എന്നാലും എനിക്കിഷ്ടപ്പെട്ടത് ഡയറക്റ്റ് നമ്മൾ കത്തി കൊണ്ട് തൊലി കളഞ്ഞ് എടുക്കുന്നതാണ്. ഇങ്ങനെയും നല്ല ടേസ്റ്റൊക്കെയാണ്. അതിനുശേഷം പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ജീരകം കൂടി ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം പുഴുങ്ങി വെച്ച് നമ്മൾ അരിഞ്ഞെടുത്ത കൂർക്കയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് സാൾട്ടും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നത് വരെ.